ഒരു സൈഡിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരേ സമയം ഇതിലെ സബ്ജക്റ്റ് വെച്ചിട്ട് രാഷ്ട്രീയവൽക്കരിച്ചും ജാതി പറഞ്ഞും അങ്ങനത്തെ ഒരുപാട് ചർച്ചകളും ഇതിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും നമ്മൾ പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത്? പലരും പറയുന്നുണ്ട് ലാലേട്ടൻ്റെ വേറെന്തൊക്കെയോ ആണ് പ്രതീക്ഷിച്ച് വന്നത്, വേറെന്തൊക്കെയോ ആണ് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഈ പ്രതീക്ഷ എന്ന് പറയുന്നതിനകത്ത് ഒരു ഭയങ്കര കാര്യമുണ്ട്. ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈ എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല എന്ന് തോന്നും. ഞങ്ങളിത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അതൊരു കുഞ്ഞു പടമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു റിയൽ ലൈഫാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ആ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ഈ ജാതി അങ്ങനെയല്ല അത് കാണേണ്ടത്. കൂട്ടമായിട്ട് മറ്റേ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുക, അങ്ങനത്തെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒരുപാട് ഒരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഈ പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. സോ അത് നമുക്കങ്ങനെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു മൂവിയും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് പോയത്, പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഇതിനെക്കുറിച്ച് ആരാണ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത്? മേ ബി അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷേ അതൊരു ഭയങ്കര വീർഡ് ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു വളരെ വിരലിലുണ്ടാവുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരിലേ ഉണ്ടാവുള്ളൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർട്ടിയിൽ നിന്ന് മാറി അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു അതുവരെയുള്ള കൺവിക്ഷൻ ആ പാർട്ടിയുടെ? ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആക്ച്വലി ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചേട്ടൻ. ലൈക്ക് ഒരു ലോക ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മൂവി ചെയ്തിട്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫറായി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആക്ച്വലി ചേട്ടൻ എത്രത്തോളം ഡ്രീം ചെയ്തിട്ടുണ്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്? ലൂസിഫർ എന്നുള്ള മൂവി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് തന്നെ ഒരു വലിയ ഡ്രീമായിരുന്നു എൻ്റെ. കാര്യം മലയാളത്തിലൊരു വലിയ നടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു മൂവി, അതും ഇത്രയും വിഷണറി ഉള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അതിനകത്തൊരു മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ എക്കാലത്തെ മികച്ച ആക്ടറിലുള്ള ഒരാളായ മോഹൻലാൽ സർ അഭിനയിക്കുന്നൊരു മൂവി. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഡ്രീമായിരുന്നു. ആ ഡ്രീം കഴിയുമ്പോൾ നമുക്കറിയാം, ഇതിനേക്കാളും വലിയൊരു ഡ്രീം നമുക്ക് ഇനി അടുത്തതൊരു അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ 2 എന്ന് പറഞ്ഞൊരു മൂവി വരാനുണ്ട്. സോ ഫ്രം ദ ഇറ്റ് സെൽഫ് നമ്മൾ ഡ്രീം ചെയ്യാൻ തുടങ്ങിയത്, ഓക്കെ ഇതിങ്ങനെ വരുമ്പോൾ എന്ത് പുതിയതായിരിക്കണം, അല്ലെങ്കിൽ എന്ത് വലിപ്പമുണ്ടായിരിക്കണം ഈ മൂവിക്ക്, എത്രത്തോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ സ്റ്റഡി മോസ്റ്റ്ലി അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഒരു വലിപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരു മൂവി ചെയ്യുന്നത് പോലെ ലാഘവത്തോടുകൂടി, അല്ലെങ്കിൽ അത്ര ഈസിനെസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികം നമുക്ക് ഒരു ഡ്രീം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ വിഷനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അപ്പുറത്തേക്ക് ഒരു ലെവൽ അപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. ഒരു വെരി നോർമൽ പുള്ളി കാണുന്നത് തന്നെയാണ് നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് അത്ര സാറ്റിസ്ഫൈഡ് ആവില്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്കൊരു കടപ്പ് കടന്നാലാണ് നമുക്ക് പുള്ളിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നുന്നു പുള്ളി ഹാപ്പിയാണ്. രാജുവേട്ടനെ ഹാപ്പി ആക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് തോന്നുന്നത്. അല്ല, ഒരു സംവിധായകനാണ്, അദ്ദേഹത്തിൻ്റെ വിഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ ശ്രമിച്ചാലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഹീസ് ഹാപ്പി ടു. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ റിലീസിന് ശേഷം ഒരുപാട് നമ്മളിപ്പോൾ ഒരു സൈഡിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലൈക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ക്രാഫ്റ്റ്, ഇത്രയും വലിയൊരു മൂവി പുറത്തേക്ക് വന്നതിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം ഇതിലെ സബ്ജക്റ്റ് വെച്ചിട്ട് രാഷ്ട്രീയവൽക്കരിച്ചും ജാതി പറഞ്ഞും അങ്ങനത്തെ ഒരുപാട് ചർച്ചകളും ഇതിലേക്ക് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകും എന്നതിന് മുന്നേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അത് എത്രത്തോളം വരും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സിനിമ പറയുമ്പോൾ ഇത് മുഴുവൻ മാറ്റിവെച്ചിട്ട്, അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ചിലപ്പോൾ ഒരു സിനിമയും പറയാൻ പറ്റില്ല. പലർക്കും പല പൊളിറ്റിക്കൽ ആശയങ്ങളുണ്ടാകും. നമ്മുടെ ഇതിനകത്ത് ഇന്ത്യ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കേരളം എങ്ങനെയായിരിക്കണം, അടുത്ത ഒരു പൊളിറ്റിക്കൽ തലം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഭയങ്കര വിഷൻ ഉണ്ടാവും. ആ വിഷൻ നമുക്ക് പറയാൻ പറ്റുന്നൊരു മീഡിയയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ.
അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഈ പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഈ പറഞ്ഞ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. സോ അത് നമുക്കങ്ങനെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു മൂവിയും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളത് ഓക്കെ ഇതിങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഡെഫിനറ്റ്ലി പറയേണ്ട കാര്യങ്ങൾ പറയണം. അത് ആൾക്കാരെങ്ങനെ എടുക്കും എന്നുള്ളത് അവരവരുടെ ആ സമയത്ത് പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ഇത് തന്നെ വീണ്ടും ചേഞ്ച് ആവാം, ഈ പെർസ്പെക്റ്റീവിനെ വീണ്ടും ചേഞ്ച് ആവാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർട്ടിയിൽ നിന്ന് മാറി അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു അതുവരെയുള്ള കൺവിക്ഷൻ ആ പാർട്ടിയുടെ? അപ്പോൾ അത് തന്നെ ചേഞ്ച് ആവും. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും അത് ചേഞ്ച് ആവുന്നതിനും പ്രത്യേകിച്ച് വലിയ കാലതാമസമൊന്നും വേണ്ട. അതങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ചേഞ്ച് ആവും എന്ന് പറയുന്നത് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് പറയാൻ പാടില്ല അല്ലെങ്കിൽ പറയരുത് എന്ന് മറ്റു കാര്യങ്ങളെ ഉദ്ദേശിച്ച് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഫൈൻ. പല മൂവിക്കും ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആൾക്കാരെങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാം മാജിക് സംഭവിക്കും. അവർ ഇന്നതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, നമുക്ക് ഇന്നതുപോലെ ഒരു മൂവി ചെയ്യാം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ മൂവി ഹിറ്റ് ആവേണ്ടതാണ്. ഇവിടെ എല്ലാ മൂവി ഹിറ്റ് ആവില്ലല്ലോ. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവൽക്കരിക്കുക, ജാതിവൽക്കരിക്കുക, ഒരു സിനിമയായി കാണാത്തതിൻ്റെ പ്രശ്നമല്ലേ? അത് പ്രശ്നം മാത്രമായിട്ടല്ലേ തോന്നുന്നത് ഇത്? അത് എല്ലാ കാര്യത്തിലും ശരിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ മാർക്കോ പോലൊരു സിനിമ ഇറങ്ങി. ആ മാർക്കോ പോലൊരു സിനിമ കണ്ടിട്ട് എല്ലാവരെയും തലക്കടിച്ച് കൊല്ലുക എന്നൊരു ആശയം വേറൊരാൾ ഇംപ്ലൈ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെയല്ലല്ലോ നമ്മൾ സിനിമയെ കാണേണ്ടത്. സിനിമ കഥയായിട്ടല്ലേ കാണേണ്ടത്? ഒരു ഫിക്ഷനാണ്, കഥയാണ്. ആ കഥയിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ കഥയിലെ കഥാപാത്രങ്ങൾ ഞാനാണെന്ന് എങ്ങനെയാണ് ധരിക്കുന്നത്? അതെന്തോരം പൊട്ടത്തരമാണ്. അപ്പോൾ മേ ബി അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷേ അതൊരു ഭയങ്കര വീർഡ് ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു വളരെ വിരലിലുണ്ടാവുന്നത്, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരിലേ ഉണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശയങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും പ്രാവർത്തികമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതേ ദ സെയിം തിങ് ഈ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും നമ്മൾ പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു മീഡിയ പറയുന്നതാണോ ജനം വിശ്വസിക്കേണ്ടത്? ഒരിക്കലുമല്ല. അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകുക തന്നെയാണല്ലോ ആദ്യം. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ആശയങ്ങൾ ഉണ്ടാകുന്നു, പറയുന്നു ചില മീഡിയയിൽ കൂടി. അത് തന്നെ മറ്റുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നമ്മളെവിടെയും പറയുന്നില്ലല്ലോ. ഇതൊരു സ്റ്റോറിയാണ്. ഇതൊരു സ്റ്റോറിയിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് തരത്തിലുള്ള ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്നതിനകത്ത് അത് കഥയായിട്ടാണ് കാണേണ്ടത്. ഒരിക്കലും ഇതൊരു റിയൽ ലൈഫാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ആ പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ഈ ജാതി അങ്ങനെയല്ല അത് കാണേണ്ടത്. ഇതൊരു സിനിമയാണ്. അതിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ആ ഫ്രിക്ഷനകത്ത് ഒരാൾ ഇടപെടുന്നു. അതൊരു കഥയാണ്. ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ, ഒരു സൂപ്പർ ഹീറോ അതിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ ഒരു ഹീറോ ഹീറോ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്നു, അത് അദ്ദേഹം അവിടെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതല്ലേ സിനിമ. അതാണ് കഥ. ഒരു നിമിഷം ഞാൻ ആലോചിച്ചായിരുന്നു, ഇതുപോലൊരു എബ്രാം ഖുറേഷിയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ അല്ലേ സോൾവ് ആയി പോകുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സൂപ്പർ ഹീറോസ് ഫിലിമെല്ലാം അങ്ങനെയല്ലേ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ വിളിക്കുന്നു സൂപ്പർമാൻ വരൂ. അത് നമ്മൾ കണ്ട് ശീലിച്ച കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരു ശീലമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ പേഴ്സണൽ ലൈഫിൽ പോലും ആഗ്രഹിക്കില്ല നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ആരാ വരിക. സോ ആര് വന്നാലും അത് നമ്മുടെ ഹീറോയാണ്. അതുതന്നെയാണ് നമ്മുടെ കഥകളിലും നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ചില ക്യാരക്ടേഴ്സിന്, ഇപ്പം സ്റ്റീഫൻ നെടുമ്പുള്ളി എന്നൊരു ക്യാരക്ടറിനെയാണ് ഇതിനകത്ത് നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന സ്റ്റീഫൻ നെടുമ്പുള്ളിയെ നമ്മൾ വിളിക്കുന്നു. സ്റ്റീഫൻ നെടുമ്പുള്ളി വരുമ്പോഴാണ് നമ്മൾ കേരളം കുറച്ചുകൂടി രക്ഷപ്പെടുക എന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് ഓൾസോ സ്റ്റോറി. അതൊരു റിയാലിറ്റി അല്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നമ്മളത് പറയുന്നു. ആ പറച്ചിൽ കഥകളിലൂടെ പറയുമ്പോൾ അതൊരു സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന ക്യാരക്ടർ ഹീറോ ആകും. അതെ. ഇപ്പം 1000 കോടി ക്ലബ്ബ് കയറിയിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വിമർശനങ്ങൾക്ക് പാത്രമാകുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ പുഷ്പ പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ആ മൂവി ഒരു ലെവൽ ഓഫ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത് ഒരു സിനിമയായി കാണാൻ സാധിക്കുന്ന പ്രേക്ഷകർ ഉള്ളതുകൊണ്ടല്ലേ അത്തരത്തിലുള്ള സിനിമകളൊക്കെ റീച്ചായി പോകുന്നത്. അതെ, ഉറപ്പായിട്ടും. അതെ, പുഷ്പയുടെ കാര്യത്തിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിനകത്തൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കും
ഇതിൻ്റെ റിലീസ് മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്തും അങ്ങനെ ഒരുവിധം നന്നായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പുഷ്പയുടെ കളക്ഷൻ എടുത്തോലും അറിയാം അത് എങ്ങനെയാണത്, ഏത് സമയത്താണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണെങ്കിൽ ഏത് റീജിയനിലാണ് അത് കൃത്യമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാം, കണക്കെടുത്താൽ അറിയാം. അത് ചിലപ്പോൾ പുഷ്പ എനിക്ക് തോന്നുന്നത് ഹൈദരാബാദ് അല്ലെങ്കിൽ ആ തെലുങ്കാനയിൽ കളക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മറ്റ് പല സ്ഥലങ്ങളിലും അത് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സിനിമയെ കാണുന്ന അപ്രോച്ച് വേറെയാണ്, ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. ഇവിടെയും അതാ സംഭവിച്ചിരിക്കുന്നത്. ഇത് പലരും പറയുന്നുണ്ട് ലാലേട്ടന്റെ വേറെന്തൊക്കെയോ ആണ് പ്രതീക്ഷിച്ച് വന്നത്, വേറെന്തൊക്കെയോ ആണ് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഈ പ്രതീക്ഷ എന്ന് പറയുന്നതിനകത്തൊരു ഭയങ്കര കാര്യമുണ്ട്. ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അറിയത്തുമില്ല. ആസ് എ മേക്കർ അറിയത്തുമില്ല. അപ്പോൾ ഇതിനകത്തൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നമുക്കിടയിൽ. അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർക്ക് വളരെയധികം അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്താണ്, അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യപ്പെടുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ഹൈ. അതല്ല നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയില്ലെങ്കിലോ അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് അറിഞ്ഞാൽ നമ്മളത് കൊടുക്കും. നമ്മൾ കഥ ആ രീതിക്ക് മാറ്റത്തില്ലേ. ഓക്കെ, ഇതാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് മേക്കേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും സംഭവിക്കുന്നതല്ലേ. അങ്ങനെ എന്തോരം സിനിമകൾ നമുക്ക് ഇവിടെ സംഭവിക്കുന്നു. നമുക്ക് ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതല്ല എന്ന് തോന്നും. ഇൻ കേസ് ചെറുതാണെങ്കിൽ പോലും അവർ വേറെന്തോ തരത്തിൽ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ അവർക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ. ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട്, ശരിക്കും നിങ്ങൾ ഇതിനകത്ത് എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അല്ല, അത് ഗംഭീരമായിരിക്കണം. അത് എന്ത് തരത്തിൽ ഗംഭീരമായിരിക്കണം? ഇതിനകത്തൊരു ആ എക്സ്പെക്റ്റേഷൻ പോലും എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. വെറുതെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന ലെവൽ പറയുക എന്നുള്ളതല്ലാതെ ഓക്കെ അവൻ മനസ്സിലൊരു കഥ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് പറയാം. പക്ഷെ അതുപോലും പറയാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ ഇവിടെ പൊതുവെ ഉള്ളത്. അതാണ് ഓഡിയൻസ്, അതാണ് പബ്ലിക്. അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഫ്ലോയിലേക്ക് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറേ പോസ്റ്റുകൾ കണ്ടിരുന്നു, കൂട്ടമായിട്ട് മറ്റേ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുക, അങ്ങനത്തെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒരുപാട് ഒരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഇപ്പം ആസ് എ ടീം നിങ്ങൾ എല്ലാവരും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ നോക്കിക്കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് ക്യാമ്പയിൻസ് ഉണ്ടാകാതിരിക്കാം. ക്യാമ്പയിൻസ് ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ക്യാമ്പയിൻസ് ഇല്ല എന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. അത് ഒബ്വിയസ്ലി പല സമയത്തും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിൻ്റെ അവസ്ഥ കണ്ടില്ലായിരുന്നു. തൃശ്ശൂർ കണ്ടുള്ള തിയേറ്ററാണ്. ഒരു സിനിമ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സിനിമ കളിക്കുമ്പോൾ ഇപ്പുറത്തെ ടിക്കറ്റ് മറ്റേ പുള്ളി ബുക്ക് ചെയ്യുകയും ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുന്നതായി കൂടെ മറ്റ് പലതുമൊക്കെ അതൊരു അവർ മനഃപൂർവ്വം ചെയ്യുന്നതായി കൂടെ. അങ്ങനെ ആലോചിക്കാമല്ലോ. അപ്പോൾ അതിനകത്തൊരു ഇതാണ് ഇപ്പം സംഭവിച്ചത് ഇതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. മേ ബി അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. നമുക്കതിനകത്തൊരു കൃത്യം ക്ലിയർ ഡെഫിനിഷൻ നമുക്ക് അത് കണ്ടുപിടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനത് പറയാൻ ആളല്ല. ഇപ്പം നമ്മുടെ ഒരു 1 വീക്കിന് ശേഷം എമ്പുരാൻ്റെ ഒരു റീച്ച് എങ്ങനെ പോകും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്? കാരണം ഒരു 1 വീക്ക് ഇപ്പോൾ സേഫായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒക്കെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എമ്പുരാനെ? ബാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടില്ല. ബാധിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും. കാര്യം ആൾക്കാരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചക്കാരുണ്ടായിരുന്നു. അവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ്, മേ ബി എന്നെ വിളിക്കുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതല്ലാതെ എനിക്ക് മറ്റേ ഇൻസ്റ്റയിലും വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വരുന്ന റിപ്പോർട്ട്സ് അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും അത് നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഇതിനെക്കുറിച്ച് ആരാണ് നെഗറ്റീവ് കമൻസ് ഇടുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് ഇടാൻ കമൻസ് എല്ലാവർക്കും ഇടാം. അവരവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഈ പറയുന്നൊരു എക്സ്പെക്റ്റേഷൻ ലെവൽ ആണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ മേക്കേഴ്സ് ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും സ്റ്റേജിൽ, ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മേക്കറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്നിക്കൽ ക്രൂവോ ഏതെങ്കിലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊരു ഗംഭീര പടമായിട്ടാണ് ഞങ്ങൾ ഇറക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഞങ്ങളിത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അതൊരു കുഞ്ഞു പടമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞെന്ന് സെൻസ് നമ്മുടെ ഇടയിൽ ഇതിനേക്കാളും വലുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഫോർ അസ് ദിസ് ഈസ് എ സ്മോൾ പോട്ട്. പക്ഷെ അത് കാണുമ്പോൾ ഞങ്ങളുടെ ഒരു രീതികൾ കാണുമ്പോൾ അത്, അല്ലെങ്കിൽ ചെയ്തത് കാണുമ്പോൾ അത് വലുതാകുന്നു, അല്ലെങ്കിൽ ആ ബഡ്ജറ്റാണ് വലുതാകുന്നു. ആ കണ്ടൻറ്റിന് ചിലവാക്കേണ്ട ഒരു ബഡ്ജറ്റാണ് നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്.
അല്ലാതെ ഒരു ഇത്രയും കോടി രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു കഥ എഴുതാം എന്നുള്ളതല്ലല്ലോ. അതിനകത്തൊരു കഥയുണ്ടായിരുന്നു, അതിന് ഇത്രയും ട്രാവൽ ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ടിയൊരു ബഡ്ജറ്റുണ്ട്. സോ വി സ്പെൻഡ് ദാറ്റ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നീ കണ്ടറിയാം. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് ടു സേ. ഞാൻ കേട്ടിരുന്ന ചേട്ടൻ ഇന്നലെ തിയേറ്ററിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അത് സന്തോഷമുള്ള കാര്യം. തറയിലിരുന്നാണ് കണ്ടതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വളരെ വളരെ മുമ്പ് ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പലപ്പോഴും നല്ല സിനിമകൾക്ക് സീറ്റ് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ അവരുടെ റിക്വസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കയറി കാണുമല്ലോ. അപ്പം നിലത്തിലിരുന്ന് കാണുന്നത് അതിന് അതിൻ്റേതൊരു സുഖം വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ തിയേറ്ററിലും പോയി തിരഞ്ഞെടുക്കാനില്ല, അങ്ങനെയല്ല. പിന്നെ ഇതൊരു പബ്ലിക്കിനോട് ഒരു ഫസ്റ്റ് ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ അവരുടെ റെസ്പോൺസ് അറിയാനും ഒക്കെ ഉള്ളൊരു ഒരു 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 ഇതുണ്ട്. ഞാൻ മാത്രമല്ല, ഷാജി നടേശൻ ഉണ്ടായിരുന്നു, രാജീവ് നായർ ഉണ്ടായിരുന്നു, അനാർക്കലിയുടെ പ്രൊഡ്യൂസർ രാജീവ് നായർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഞങ്ങളുടെ ഫുൾ ക്രൂ, ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫുൾ ക്രൂ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇടയ്ക്ക് മഞ്ജു വരെ തൊട്ടടുത്ത് നിന്ന് ഇടയ്ക്ക് ശരിക്കും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കാണാം അല്ലേ എന്ന് പറഞ്ഞു. സോ അതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അത്. അതൊരു തെറ്റല്ല, അല്ലെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ശരിക്കും ആ ഒരു വൈബ് ഉണ്ടായിരുന്നല്ലോ, ആ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന ഒരു വൈബ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ടിനെ ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര ഫുൾഫിൽഡ് ആയിരുന്നോ ശരിക്കും ആ ഔട്ട്പുട്ടിൽ? ഞങ്ങൾ ഫുൾഫിൽഡാണ്. കാര്യം ആ സബ്ജക്റ്റിനോടും ഞങ്ങൾക്ക് കിട്ടിയ സ്ക്രിപ്റ്റിനോട്, ഞങ്ങൾക്ക് കിട്ടിയ സബ്ജക്റ്റിനോട്, അത് ചെയ്ത രീതിയോട് എല്ലാം നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, ആൾക്കാരെങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ. പക്ഷേ എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായത് ആ തിയേറ്റർ, ഞങ്ങൾ പോയ തിയേറ്റർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് തിയേറ്ററായിരിക്കും. അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും ശരിയല്ല, സൗണ്ടും ശരിയല്ല. ഞങ്ങളുടെ രണ്ടറ്റവും കട്ടായിട്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് ഇപ്പം പുകവലി പാടില്ല എന്ന് പറയുന്നൊരു ഡിസ്ക്ലൈമർ എഴുതിയിരിക്കുന്നത് തന്നെ പൂവും കായുടെ എഡ്ജ് ഒക്കെ ഉള്ളൂ, പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പാടില്ലെന്ന് അവിടെ ഇപ്പോഴും ഇല്ല. അപ്പോൾ അതൊരു ആസ്പെക്ട് റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതല്ല അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും നീതികേടാണ് അവർ ആ സിനിമയോട് കാണിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയും നല്ലതല്ല. പിന്നെ ഞങ്ങൾ ചെയ്തൊരു ബ്രൈറ്റ്നസ്സും അതിനകത്തില്ല. അത് പല സീനിനും ഞങ്ങൾക്കറിയാം എന്താ ചെയ്തിരിക്കുന്നതെന്ന്, പക്ഷെ അതവിടെ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര സങ്കടം തോന്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് മറ്റു കാര്യങ്ങളെ കുറിച്ചും ഇതാണ്. ഒരു നോർമൽ തിയേറ്ററിൽ പോയി ഇനി എങ്ങനെ സിനിമ കാണും? ഒരു ആളുകൾ ഇത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഒരു സിനിമ ഒന്ന് മേക്ക് ചെയ്യുന്നത്. അതിലപ്പുറം ഒരു പബ്ലിക് എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മളൊരു സിനിമയ്ക്ക് ഇത്രയും പൈസ മുടക്കിയിട്ടാണ് അവിടെ പോകുന്നത്. അതിനവർ അത്തരം തിയേറ്റേഴ്സ് ഒരു നീതി കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ഇത് മേക്കിംഗ് സൈഡിലൊരു കോൺട്രവേഴ്സി ആവാൻ, ഇപ്പം മേക്കിംഗ് സൈഡിലെ പ്രശ്നമായിട്ട് വരെ പറയാൻ സാധ്യതയുണ്ടല്ലേ ഇപ്പം ഈ തിയേറ്ററിലുള്ള ഔട്ട്പുട്ട് വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് അല്ലാതെ? ഉറപ്പായിട്ടും ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് അത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പലരും ഞങ്ങൾ വിളിച്ച് പല ചില ലോക്കൽ തിയേറ്റേഴ്സിൽ കണ്ട ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ക്ലാരിറ്റി കുറവാണ്, ഇവിടെ അതുണ്ട്, ഇവിടെ ഗ്രെയിൻസ് കാണുന്നു, സൗണ്ട് ഒട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കും എല്ലാ തിയേറ്ററിലും പോയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ തിയേറ്റേഴ്സിലും എല്ലാ ഷോയ്ക്കും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിയേറ്റർ ഓണേഴ്സാണ് ആക്ച്വലി അത് നമ്മുടെ പബ്ലിക്കിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകേണ്ടത്. അവരത് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരണം ശരിക്കും തിയേറ്റേഴ്സിനകത്തൊക്കെ. ഇപ്പം രാജുവേട്ടൻ ആസ് എ ഡയറക്ടർ ഫുള്ളി പ്രീ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഒരു പട്ടാള ചിട്ടയിൽ പോകുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ആസ് എ സിനിമാറ്റോഗ്രാഫർ? കാരണം ഒരു പ്രീ പ്ലാൻ ചെയ്ത ഷോട്ടിനെ അതുപോലെ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? പ്രീ പ്ലാൻ ചെയ്ത് തന്നെയാണ് സിനിമ ചെയ്യേണ്ടത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം സിനിമ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സിനിമ ഞങ്ങൾ ലൊക്കേഷനിൽ ചെന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഇത് ഡിസ്കസ് ചെയ്ത് അവിടെ ചെന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് 250 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരിക്കും. അതുമല്ല ഇതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ ഡബിളായിരിക്കും. നമ്മൾ അത്രയും പ്രീ പ്ലാൻഡ് ആവുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് കുറയുന്നതും ഡേയ്സ് കുറയുന്നതും. ഞങ്ങൾ എന്നിട്ട് പോലും ഇതിൻ്റെ റിയൽ ഷൂട്ട് ഡേയ്സ് ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത് 172 ഡേയ്സാണ്. അതിനകത്തുനിന്ന് ഞങ്ങൾ കുറച്ച് 168 ആക്കി. പിന്നെ അത് 143 ഡേയ്സിനകത്ത് ഞങ്ങളൊരു വളരെ ആത്മാർത്ഥമായിട്ടൊരു പ്രയത്നം അതിനകത്തുണ്ടായിരുന്നു ചെയ്യാൻ. എല്ലാവരും
അതിനകത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അതിനകത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും വിത്തൗട്ട് ബ്രേക്കിലാണ് പോയിരുന്നത്. സാധാരണ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ എൻ്റെ പുറകെ പോകും, 1-1.25 മണിക്കൂർ പോകും. അപ്പോൾ അത്രയും ഡിലേ പോലും ഉണ്ടായിരുന്നു വെച്ചിട്ട് നമ്മൾ അതിന് പറയുന്ന റണ്ണിങ് ബ്രേക്ക് എന്നാണ്. ഇപ്പോൾ വർക്കില്ലാത്തവർക്ക് പോയി കഴിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ പലപ്പോഴും ഞാനൊക്കെ ഫുഡ് കഴിച്ചിരുന്നത് ക്യാമറ അവിടെ ട്രോളിയിലൊക്കെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് 143 ഡേയ്സിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റുന്നത്. അതല്ല അതിൻ്റെ കംഫർട്ട് സോണിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതങ്ങനെ തീരില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ 140 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാ ദിവസവും നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ വീണ്ടും വേസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ മിനിമം ഞാൻ പറയുന്നത് എത്ര ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. മിനിമം എത്ര ദിവസമെങ്കിലും നമ്മൾ വീണ്ടും എക്സ്ട്രാ ഷൂട്ട് ചെയ്യേണ്ടി വരും. സോ അത് ഇപ്പോൾ ഒരു മിനിമം നമ്മളിവിടെ ഒരു ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു മിനിമം 35 ലക്ഷം മുതൽ 40 ലക്ഷം ഒരു ദിവസത്തെ ഷൂട്ട് എക്സ്പെൻസ് ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചപ്പോലും എത്ര കോടികളാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കലി വേണമെങ്കിൽ വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതിനകത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് എടുക്കുന്ന അത്തരം ഡിസിഷൻസ് വളരെ വളരെ കറക്റ്റല്ലേ. പിന്നെ എന്ന് പറഞ്ഞ് ഇതിന് വരച്ച് വെച്ചതുപോലെ ചെയ്യുള്ളൂ എന്നുള്ളതല്ല, അവിടെ വെച്ചിട്ട് അതിൻ്റേതായ മാറ്റങ്ങൾ വരും. ആ ഷോട്ടിനകത്ത് വരേണ്ടുന്ന ചില ഇംപ്രവൈസേഷൻസ് എപ്പോഴും വരും. അതൊരു ക്രിയേറ്റീവ് സൈഡല്ല, അതെപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് നമുക്ക് യാതൊരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഈ ബ്ലാസ്റ്റ് സീൻസ് ഒക്കെ ഒറിജിനൽ ആണെന്നല്ലേ പറഞ്ഞത്? ആക്ച്വലി ഇന്നലെ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് റിയൽ ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അത് അത്രത്തോളം ഡേഞ്ചർ, ആ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു ആക്ച്വലി? ബ്ലാസ്റ്റുകളെല്ലാം ആക്ച്വലി ഒറിജിനലാണ്. ഒറിജിനൽ ഇൻ സെൻസ് ഞങ്ങളൊരു ഒരു സ്പെഷ്യൽ എഫക്ട്സ് ടീം ഉണ്ടായിരുന്നു. അതിനകത്ത് അവരായിരുന്നു ഇതിനകത്തൊരു കൃത്യമൊരു സേ ഉള്ളത്. ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കേണ്ടത്, ഇങ്ങനെ ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ഇത്രയും ദൂരമായിരുന്നു നിൽക്കരുത്. പിന്നെ ഫുൾ ടൈം നമുക്ക് ആംബുലൻസ് ആൻഡ് ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫയർ എഞ്ചിൻ അല്ലെങ്കിൽ വാട്ടർ അതിനകത്ത് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ അതെല്ലാം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. വിശാൽ ത്യാഗി എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഫക്ട്സ് ടീമാണ്, ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് വന്നിരിക്കുന്നത്. പുള്ളി അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. പല വലിയ ഹിന്ദി സിനിമകൾക്കും പുള്ളിയാണ് അതിൻ്റെ ബ്ലാസ്റ്റും മറ്റു തോക്കും ഗൺസും ഗൺ ഫയറും ഒക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ തരുന്നത്. ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊന്നും വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും അതെല്ലാം കൺട്രോൾഡ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ ബ്ലാസ്റ്റൊക്കെ? ഉറപ്പായിട്ടും. ആകെപ്പാടെ നമുക്ക് സംഭവിച്ചത് നമുക്കൊരു ഒരു ചെറിയ സാധനം, പക്ഷെ അത് പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ പോയി. ഞങ്ങൾ എൻ്റെ ഗുജറാത്തിൽ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് ബോയ്സിൻ്റെ മേത്തുകൂടി മുകളിൽ വെച്ചിരുന്ന അവിടെ ഒരു റിയൽ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം അവിടെ ഒരു വലിയ പാലസാണ്. അത് കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പാലസാണ്. ആ പാലസിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ തുടരുത്, അതല്ലെങ്കിൽ അത് അത്ര ബലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഒരാളതിനെ തൊട്ട് ഒരു വലിയ പീസ് ഇളകി വീണിട്ട് നമ്മുടെ ഒരു യൂണിറ്റ് കേസിൻ്റെ ദിലീപ് എന്ന് പറഞ്ഞ കക്ഷിയുടെ പുറത്തുകൂടി വീഴുകയും, 2 പേരുടെ മൂസ എന്ന് പറഞ്ഞ കക്ഷിയുടെ പുറത്തുകൂടി വീഴുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അത് മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നവരെ.